ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. അനലൈസ് ദ ബീം ബൈ സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ആദ്യമേ നമ്മൾ ബീമിൻ്റെതാണ് ചെയ്യുന്നത്, ബീമിൻ്റെ അനാലിസിസ് യൂസിങ് സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പം ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കി, ഒരു എൻ്റെ ഫിക്സഡ് നടുക്കൊരു ഹിഞ്ചുണ്ട്, കുറച്ചുകൂടെ മാറിയിട്ട് വേറൊരു സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഹിഞ്ചുണ്ട്, അത് കഴിഞ്ഞിട്ട് ഫ്രീ എൻഡിൽ ഒരു 50 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോട്ട് ദാറ്റ്. സി കഴിഞ്ഞിട്ട് ഒരു 50 കിലോ ന്യൂട്ടൺ ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അപ്പം തന്നെ ഉറപ്പിക്കണം. അതിനെ മാറ്റി അതിന് ആ ഒരു 50 × 2 എന്ന് പറഞ്ഞ് മൊമെൻ്റ് എടുത്ത് സിയിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അതാണ് ക്വസ്റ്റ്യൻ ആയിമെന്ന് അനലൈസ് ചെയ്യുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം 50 × 2 അവിടെ ഒരു മൊമെൻറ്റ് വരും, നമ്മളത് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റം കോർഡിനേറ്റ് ആണ്. സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, നമ്മൾ ഒരു കാര്യം പറയാനുള്ളത്, ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൻ്റെ കേസിൽ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറഞ്ഞെടുത്തേക്കുന്നത് SI, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി പ്ലസ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നാണ്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റെപ്പ് കുറക്കാനായിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിസ്റ്റം കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു SI, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി മാത്രം എടുക്കാം. ഓക്കെ, കാരണം ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ ഫോഴ്സ് ആണ് അൺനോൺ, നമ്മൾ കൂടുതലും ആ ഒരു ഫോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഏതിൽ? ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ. ഇത് സ്റ്റിഫ്നെസ് മെത്തേഡിൽ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം എടുത്താൽ മതി. കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അൺനോൺ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു മൂവ്മെൻ്റ് ആണ്, അത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് സ്റ്റിഫ്നെസ് മെത്തേഡിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം കൺസിഡർ ചെയ്യുക. ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ വേണമെങ്കിൽ സ്റ്റെപ്പ് കുറക്കാനായിട്ട്, കുറച്ചുകൂടി സിമ്പിൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ബാക്ക് ടു ദിസ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്തു. 50 × 2 എന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് നമുക്ക് അവിടെ കൊടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റം കോർഡിനേറ്റ് ആണ്. സിസ്റ്റം കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്പം ഇനി എത്ര ഉണ്ടെന്ന് നോക്കിയേ, 2 അല്ലേ. ബി എന്ന് പറഞ്ഞൊരു ഹിഞ്ചുണ്ട്, സി എന്ന് പറഞ്ഞൊരു ഹിഞ്ചുണ്ട്, രണ്ടിടത്തും ഓരോ മൂവ്മെൻറ്റ് വെച്ച് അലോബിൾ ആണ്. അപ്പോഴത്തേക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണ്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ്? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊക്കെയാണ്? അവിടുത്തെ 2 റൊട്ടേഷൻ അല്ലേ, മൊമെൻ്റ് അല്ലേ. ബി എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും 2 തരം റൊട്ടേഷൻ അലോബിൾ ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ ബിയും തീറ്റ സിയുമാണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതിവിടെ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ബിയിൽ നമുക്കിവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇതേപോലെയൊക്കെ ഡീഫോം ചെയ്യുന്നത്. ഫിഗറൊന്നും നോക്കണ്ട, വേണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴേന്ന് ഇങ്ങനെ മുകളിലോട്ടൊക്കെ വരക്കാം. ഫിഗർ ഇതേപോലെ തന്നെ എങ്ങനെ മുകളിലോട്ട് പോയി താഴോട്ട് വന്നു ആരും വിചാരിച്ച് സമയം കളയണ്ട. അപ്പോൾ നമുക്ക് അറിയേണ്ട ഇത്രേ ഉള്ളൂ, ബിയിലും സിയിലും 2 റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ അത് തീറ്റ ബിയും തീറ്റ സിയുമാണ്. അതുകൊണ്ടാണ് അവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വന്നത്. ഓക്കെ, ഞാനിവിടെ കൺവേർട്ട് 50 കിലോ ന്യൂട്ടൺ ടു മൊമെൻ്റ് എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 100 കിലോ ന്യൂട്ടൺ വരും. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ ആ ഇവിടെ മൊമെൻ്റ് മാറ്റിയപ്പോഴത്തേക്ക് ഫിഗർ മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ഫിഗർ ആലോചിച്ച് നിങ്ങൾ തല പിണ്ണാക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് അറിയേണ്ടത് ഇത്രേ ഉള്ളൂ, എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അത് ബിയിലും സിയിലും 2 റൊട്ടേഷൻ അലോബിൾ ആണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു തീറ്റ ഫോം ചെയ്യുകയാണ്. അതാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ബിയിൽ ഇവിടെയായിട്ട് 2 തീറ്റ ആണ്, തീറ്റ ബി. ഇവിടെ ഒരു തീറ്റ സി ഉണ്ട്. നമ്മൾ പിന്നെ ആ 50 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് ഒരു മൊമെൻ്റ് ആയിട്ട് മാറ്റി. അപ്പോൾ നമുക്ക് ഫിഗർ ഇതേപോലെ കിട്ടി. അതിന് ശേഷം വരുന്നത് സിസ്റ്റം കോർഡിനേറ്റിൻ്റെ നമ്മൾ നമ്പർ ചെയ്യുകയാണ്. സിസ്റ്റം കോർഡിനേറ്റ് 2 ആണ്. അത് ഏതൊക്കെയാണ്? ഇവിടെ 1ഉം ഇവിടെ 2ഉം. ഓക്കെ, എലമെൻറ്റ് കോർഡിനേറ്റ് 4 ആണ്. അതായത് ABC ഒരു എലമെൻറ്റിൽ ഒരു മെമ്പറിൽ 2 എലമെൻറ്റ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ 2 എണ്ണത്തിൽ 4 എണ്ണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞ എലമെൻറ്റ് കോർഡിനേറ്റ് കാണിച്ചു. അടുത്ത് ഇനി ഫിക്സഡ് മൊമെൻ്റ് ആണ്. ഫിക്സഡ് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ അറിയാം. ABയും BCയും സെപ്പറേറ്റ് ആയിട്ട് വരച്ചു കണ്ടുപിടിക്കും. ഞാനിവിടെ സിമ്പിളായിട്ട് ഒരൊറ്റ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിട്ട് ഞാൻ ആ ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ABയും BCയും സ്പ്ലിറ്റ് ചെയ്തിട്ട് വെവ്വേറെ വരച്ച് കാണിക്കാം. ഇവിടെ അതൊക്കെ വരച്ച് കാണിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാനിത് ഇത്രയും പ്രോബ്ലം ആയതുകൊണ്ടൊന്ന് സിമ്പിളാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഫിക്സഡിൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ 100 കിലോ ന്യൂട്ടൺ ഇവിടെ മാർക്ക് ചെയ്യണം. അവസാനം നമുക്കത് ഇക്വിലിബ്രിയത്തിൽ എടുക്കേണ്ടതാണ്. ഇക്വലൻറ്റ് ജോയിൻ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കിട്ടിയത്? സൈൻ മാറ്റി കൊടുക്കുന്നു. ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കണു. അങ്ങനെ എല്ലാം സൈൻ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡായി. അതിലും നമ്മൾ ആ ഒരു 100 കിലോ ന്യൂട്ടൺ, നമുക്ക് 100 കിലോ ന്യൂട്ടൻ്റെ
ഡയറക്ഷൻ മാറ്റേണ്ട ആവശ്യമില്ല, കാരണം അത് പുറത്ത് വരുന്നതാണ്. നമ്മൾ ഫിക്സഡ് എൻഡ് മൊമെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ല, നമ്മൾ ഫിക്സഡ് എൻഡ് മൊമെൻ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ മതി. അതാണ് ഇക്വിവലന്റ് ജോയിന്റ് ലോഡ്. അതുകൊണ്ട് നമ്മൾ ഈ 100 kN ഇവിടെയും കാണിച്ചു. ഇനി നമ്മൾ ഇത് എല്ലാം കൂടെ ഇക്വിലിബ്രിയത്തിലോട്ട് ആക്കുകയാണ്, അതായത് കമ്പൈൻ ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു ജോയിന്റിൽ ടോട്ടൽ എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മളിവിടെ 100ഉം 71.14ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 28.89 വരും. കാരണം ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണ്, അതായത് ഒരെണ്ണം ക്ലോക്ക് വൈസ് ഒരെണ്ണം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവ് 28.89 കിട്ടും. അപ്പോഴത്തേക്ക് ആ ഒരു ജോയിന്റിൽ നമ്മൾ ക്ലോക്ക് വൈസ് 28.89 കാണിച്ചു. ഇവിടെ ഈ ജോയിന്റിൽ ഈ പറയുന്ന പോലെ തന്നെ രണ്ടും കൂടെ അപ്പുറവും ഇപ്പുറമുള്ള കൂടെ കമ്പൈൻ ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് -17.77 ആണ് കിട്ടിയത്. അതിനുശേഷം നമുക്ക് ലോഡ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റിൻ്റെ ഫിഗർ നോക്കുക. സിസ്റ്റം കോർഡിനേറ്റിൻ്റെ ഫിഗർ എടുത്ത് ഇതാണ് സിസ്റ്റം കോർഡിനേറ്റിൻ്റെ ഫിഗർ. R1 R2 ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ലോഡ് നോക്കിയാൽ മതി. ഈ കോർഡിനേറ്റിലും ഉള്ളത് നമുക്ക് നോക്കി. നമുക്കിപ്പോൾ കിട്ടിയത് അനാലിസിസ് സ്ട്രക്ചറാണ്. അനാലിസിസ് സ്ട്രക്ചറിൽ നോക്കി ലോഡ് P1 എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്പർ 1ഉം നമ്പർ 2ഉം കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ലോഡ് 17.77, അതാണ് P1 -17.77ഉം P2 എന്ന് പറയുന്നത് 28.89 നമ്മൾ കാണിച്ചു. ഡിസ്പ്ലേസ്മെന്റ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് R1ഉം R2 ആയിട്ട് തന്നെ കാണിച്ചാൽ മതി. നമുക്കത് കണ്ടുപിടിക്കേണ്ടതാണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് അൺനോൺ അല്ലേ, നേരത്തെ ഫോഴ്സ് ആയിരുന്നു അൺനോൺ, ഇത് സ്റ്റിഫ്നെസ് മെത്തേഡ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അൺനോൺ. അപ്പോൾ R എന്ന് പറയുന്നത് R1 R2 അങ്ങനെ കാണിച്ചാൽ മതി. ഞാൻ പിന്നെ θBയും θC ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. നമുക്കറിയാം ഫോർമുല R എന്ന് പറയുന്നത് K ഇൻവേഴ്സ് P ആണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ്. R എന്ന് വെച്ചാൽ F × P ആണ്. F എന്ന് പറയുന്നത് 1/K ആണ്, അതുകൊണ്ടാണ് K ഇൻവേഴ്സ് P എന്ന് പറഞ്ഞു വന്നത്. K സ്റ്റിഫ്നെസ് മെട്രിക്സ് K = β × Ks × β ട്രാൻസ്പോസ്. ഇത് അടുത്തൊരു ഡിഫറൻസ് ആണ്. കമ്പയറിംഗ് എന്ന് പറഞ്ഞ് വീണ്ടും എഴുതിയിട്ടുണ്ട്. കമ്പയറിംഗ് മീൻസ് ഫോർ ഫ്ലെക്സിബിലിറ്റി വി യൂസ് ആൽഫ അല്ലേ. ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ നമ്മൾ ആൽഫയാണ് യൂസ് ചെയ്തത്, സ്റ്റിഫ്നെസ്സിൻ്റെ കേസിൽ ബീറ്റ വരും. ഓക്കെ, അതായത് ആൽഫ എന്ന് വെച്ചാൽ എന്തായിരുന്നു, സിസ്റ്റം കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിൽ വരുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ, അതാണ് ആൽഫ. ബീറ്റ എന്ന് പറയുന്നത് സിസ്റ്റം കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് സിസ്റ്റം കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ഫോഴ്സ്, ശ്രദ്ധിക്കുക, യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിൽ വരുന്ന ഫോഴ്സസ്. ബീറ്റ എന്ന് പറയുന്നത് സിസ്റ്റം കോർഡിനേറ്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ബീറ്റ. ഓക്കെ, അപ്പോൾ അതിൽ വ്യത്യാസമാണ്. നമ്മൾ എഫിന് പകരം K ഇൻവേഴ്സ് ആണ് കൊടുക്കുന്നത്. K ഇൻവേഴ്സിന് ഫോർമുല ഇല്ല, K കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഉത്തരം നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ K കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബീറ്റ Ks × ബീറ്റ ട്രാൻസ്പോസ് ആണ്. ബീറ്റ നേരത്തെ ആൽഫ ആയിരുന്നു, ഇതിപ്പോൾ ബീറ്റയായി. ഓക്കെ, Ks എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. Ksന്റെ ഫോർമുല ഇപ്പോൾ നമുക്ക് 4/5 ഈസി. അതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ എലമെന്റ് കോർഡിനേറ്റ് × എലമെന്റ് കോർഡിനേറ്റ് ആണ്. 4 എലമെന്റ് കോർഡിനേറ്റ് ഉള്ളതുകൊണ്ട് സ്റ്റിഫ്നെസ് മെട്രിക്സ് 4/4 ആയിരിക്കും. നമുക്കറിയാം ആദ്യത്തെ മെമ്പറിൽ AB KE1 BC KE2 ആണ്. KE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. ഞാൻ ഡിറൈവ് ചെയ്ത് തന്നു. EI/L 4/224 എന്നാണ് ഡിറൈവ് ചെയ്ത് തന്നത്. അപ്പോൾ KE1 എന്ന് പറയുന്നത് EI/L എന്ന് പറഞ്ഞ ലെങ്ത്, ABയുടെ ലെങ്ത് നോക്കുക 4 ആണ്. അപ്പോൾ EI/4 ബാക്കി 4/224ഉം ഞാൻ എന്നിട്ട് ഈ 4 അകത്തോട്ട് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ EI × ഈ 4/4 1 ആവും, 2/4 0.5 ആവും. അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. KE2 എന്ന് പറയുന്നത് BCയുടെ ആണ്. BCയുടെ ലെങ്ത് 6 ആണ്. അപ്പോൾ EI/6 4/224 എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് KE1ഉം KE2ഉം കിട്ടി. അതെല്ലാം കൂടെ നമ്മൾ മെട്രിക്സ് ഇവിടെ, അതായത് ഇവിടെ നോക്കിയേ, KE1ഉം KE2ഉം രണ്ടും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് KSന് ഒരു മെട്രിക്സ് കിട്ടി. അടുത്ത് ബീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. ആൽഫ എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സും ബീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സും ആണ്. ഞാൻ പറഞ്ഞ സിസ്റ്റം കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് നമ്മളിവിടെ R1 ആണ്. ഇതാണ് സിസ്റ്റം കോർഡിനേറ്റിന്റെ ഫിഗർ, ഇതാണ് എലമെന്റ് കോർഡിനേറ്റിന്റെ ഫിഗർ. അപ്പോൾ ആദ്യമേ R1ൽ ഇവിടെ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ 4 ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക. ഫൈൻഡ് MAB. MB എന്ന് പറഞ്ഞ മൊമെന്റ് അല്ല, അവിടുത്തെ റൊട്ടേഷൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കാരണം മൊമെന്റ് എന്ന് പറയുമ്പോൾ അത് ഫോഴ്സ് ആവും. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ R1 = 1 റേഡിയൻ, അതായത് സിസ്റ്റം കോർഡിനേറ്റിൽ ഫസ്റ്റ് കോർഡിനേറ്റിൽ ഇവിടെ ഒരു 1 റേഡിയൻ, അതായത് അവിടെ ഒരു റൊട്ടേഷൻ
തീറ്റ, അതായത് 1 തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഇവിടെ. അതായത് നോക്കി ഇവിടെ ബി ഇവിടെയാണ് R1 കാണിച്ചത്, അവിടെ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും 1 വരും. ഓക്കെ അല്ലേ? തീറ്റ ബി 1 എന്ന് പറയുമ്പോൾ ഇവിടെയും വരും. തീറ്റ സിയിൽ നമ്മൾ കൊടുക്കുന്നില്ല, ഇവിടെയാണ് കൊടുക്കുന്നത്. അതായത് ബിയിൽ റൊട്ടേഷൻ തീറ്റ ബി ആണ്. തീറ്റ ബി 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എലമെന്റ് കോർഡിനേറ്റ്, ഫസ്റ്റ് കോർഡിനേറ്റ് ഇവിടെയാണ്. അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? 0. ഇവിടെ നമ്മൾ 1 അപ്ലൈ ചെയ്തു, അതായത് 1 അപ്ലൈ ചെയ്തുകൊണ്ട് അവിടെയും 1, ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെയും 1. അപ്പോൾ 1. ഇവിടെ സിയിൽ അങ്ങേറ്റത്തെ എലമെന്റ് കോർഡിനേറ്റ് 0, 1, 1, 0. അതാണ് അങ്ങനെ വന്നത്. അടുത്തത് സെക്കൻഡ് സിസ്റ്റം കോർഡിനേറ്റ്. അതാണ് β1. സെക്കൻഡ് സിസ്റ്റം കോർഡിനേറ്റ് R2ൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് β2 ആണ്. ഇവിടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ 1, 2, 3, 4 ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. അതായത് തീറ്റ സി ആണ്. തീറ്റ സിയിൽ നമ്മളൊരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ് R2. ഇവിടെ ഒരു 1 കൊടുത്തു. അപ്പോഴത്തേക്ക് എന്താണ് ഫസ്റ്റ് കോർഡിനേറ്റ് എലമെന്റ് കോർഡിനേറ്റ് ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 1. ഓക്കെ, അപ്പോൾ 0, 0, 0, 1 എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് β1ഉം β2ഉം കൂടെ എഴുതി. ബീറ്റ ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെഴുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, -1 അല്ല, ഇത് 1 ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് ബീറ്റ ട്രാൻസ്വേഴ്സ് ഇൻറ്റു കെ എസ് ഇൻറ്റു ബീറ്റ ആണ്. ഇതിൽ എപ്പോഴും കെ എസ് ഇൻറ്റു, അതായത് നമുക്ക് നേരത്തെ കിട്ടിയ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഉണ്ട്, എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, അതാണ് കെ എസ്. അതേ ഇൻറ്റു ബീറ്റ ആദ്യമേ ചെയ്യുക. കാര്യം ഈ ഒരു സെയിം ടൈം തന്നെ നമ്മൾ അവസാനം മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് അതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് കെ എന്ന് പറയുന്നത് നമുക്ക് EI ഇൻറ്റു ഈ ഒരു മെട്രിക്സ് കിട്ടും. നമുക്കറിയാം, ഫോർമുല അറിയാം, R = K ഇൻവേഴ്സ് ഇൻറ്റു P ആണ്. അപ്പോൾ നമുക്ക് കെ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. അപ്പോൾ അടുത്തത് കെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ഫോർമുല ഉണ്ട്, ഇൻവേഴ്സ് = 1 ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് A എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. ഞാനത് പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ. കെ മെട്രിക്സ് = ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോം കിട്ടി. നമുക്ക് വേണ്ടത് കെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നമുക്കത് കാൽക്കുലേറ്റർ കിട്ടും, 2/2 മെട്രിക്സ് ഒക്കെ കാൽക്കുലേറ്റർ കിട്ടും. അപ്പോൾ കെ ഇൻവേഴ്സ് കിട്ടി. കെ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് R1ഉം R2ഉം ഉത്തരം കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ. പിന്നെ ഉള്ളത് മെമ്പർ ഫോഴ്സ് ആണ്. മെമ്പർ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് Q ഫിക്സഡിൻ്റെ മൊമെൻറ്റ് പ്ലസ് KS ഇൻറ്റു ബീറ്റ ഇൻറ്റു R. ഇതാണ് ഞാൻ പറഞ്ഞത്. KS ഇൻറ്റു ബീറ്റ ആദ്യമേ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈം നമുക്ക് ഇങ്ങനെ കിട്ടി. അത് ഇൻറ്റു R ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ മെമ്പർ ഫോഴ്സസ്. അത് നമുക്ക് വരക്കുമ്പോഴത്തേക്ക് ഇവിടെ AB ഉള്ളത് 64.02 ആണ്. അതാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ BAയിലും BCയിലും ഏകദേശം ഒരേപോലെ കിട്ടും. അതായത് നടുക്കുന്ന് B എന്ന് പറഞ്ഞ ഇവിടുത്തെ മൊമെൻ്റാണ്. അപ്പോഴത്തേക്ക് അത് 31.9 kN/m കിട്ടി. ലാസ്റ്റ് നമുക്ക് C എന്ന് പറയുന്നത് അവിടെ 57.81 ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ആ ഒരു 50 kN ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.